അഹൈന്ദവരാണ്, അവർണരാണ്. അവർണരാണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വർണ്ണത്തിന് പുറത്താണ്. അപ്പൊ ഈ വർണ്ണത്തിന് പുറത്തുള്ളവൻ എങ്ങനെയാണ്? വർണ്ണത്തിനകത്ത് പറഞ്ഞവന്റെ മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വർണ്ണത്തിനകത്ത് പെട്ടവരുടെ, സവർണരുടെ മതമാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ. സവർണം എന്ന് പറഞ്ഞാൽ എന്താ? സ എന്ന് പറഞ്ഞാൽ അകത്ത്, വർണ്ണം, ഇതാണ് വർണ്ണം. ബ്രാഹ്മണൻ, 2 ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇത് 4ഉം ഒന്നിച്ച് നിൽക്കുന്നവരാണ്. ഇതാണ് സവർണൻ, വർണ്ണത്തിൽപ്പെട്ടവൻ. ഇത് പഞ്ചമൻ, വർണ്ണത്തിന് പുറത്തുള്ളവൻ. വർണ്ണബാഹ്യൻ, പഞ്ചമൻ, 5ാം ജാതിക്കാരൻ. അപ്പൊ നമ്മൾ വർണ്ണത്തിലില്ല. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ നമ്മളതിൽ പെട്ടില്ല. ബ്രഹ്മാവ് സരയൂ നദിയുടെ തീരത്ത് നിന്ന് മുഖത്തൂന്ന് ബ്രാഹ്മണനെ, മുഖമാണല്ലോ നമ്മളെപ്പോഴും കണ്ണാടി നോക്കുന്നതും വലിയ പ്രാധാന്യമുള്ളതും. ഒരാളുടെ അടയാളത്തിന് കാല് കണ്ടാൽ പോരല്ലോ, മുഖമാണ്. അപ്പൊ മുഖം വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് അവിടുന്ന് വന്നവനാണ്. ഇമ്പോർട്ടൻസ് മുഖത്തുനിന്ന് വന്നവൻ. അവിടെയാണ് പൗഡർ ഇടുന്നത്, മിനുക്കുന്നത്, കോസ്മെറ്റിക്സ്. അപ്പൊ അതാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ ഈ മുഖത്തുനിന്ന് ബ്രാഹ്മണൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് അവന് വലിയ സ്ഥാനം. പൂജാരി, പണിയെടുക്കണ്ട, വിയർപ്പൊഴുക്കണ്ട, ഇങ്ങോട്ട് മേടിച്ചാൽ മാത്രം മതി. കൈ നീട്ടുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്ന പണിയില്ല, മേടിക്കുക മാത്രം, ദക്ഷിണ. ഇതാണ് ബ്രാഹ്മണൻ്റെ പണിയെടുക്കാതെ ജീവിക്കുക. മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്, ഈ ജന്മം കൊണ്ട് ലോകത്തെ എല്ലാ സമ്പത്തിൻ്റെയും ഉടമയാണ് ബ്രാഹ്മണൻ. മനുസ്മൃതി 10ാം അധ്യായം അതാണ്. രണ്ടാമത്തവൻ എന്താ? കൈ നമ്മൾ അഭ്യാസം നടത്തുന്ന ഭാഗമാണ്. അവിടെ നിന്ന് വന്ന ക്ഷത്രിയൻ, അവന് യുദ്ധം ചെയ്ത പണി, രാജാവ്, യുദ്ധം, അതൊക്കെയാണ് ക്ഷത്രിയൻ്റെ. 3ാമത്തെ ജാതിക്കാരനാണ് ബ്രഹ്മാവിൻ്റെ ഉൽപാദന ഭാഗത്തു നിന്ന് വന്ന ആളെന്ന നിലയിൽ വൈശ്യൻ. പൂക്കള് ആ ഭാഗത്തു നിന്നൊക്കെ വന്നു, എന്ന് പുറത്തോടെ നിന്നൊക്കെ വന്നു വൈശ്യൻ. അവൻ്റെ പണി കച്ചവടം. പാദത്തിൽ നിന്ന് വന്നവനാണ് ശൂദ്രൻ. അന്ന് ചാതുർവർണ്ണി, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ 4 വർണ്ണമേ ഉള്ളൂ. 4 വർണ്ണം കഴിഞ്ഞാൽ പിന്നെ കാല് കഴിഞ്ഞാൽ അവയവില്ലാത്തതുകൊണ്ട് സൃഷ്ടി അവിടെ നിർത്തി ബ്രഹ്മാവ്. അപ്പൊ ഇത് 4-നകത്ത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനെ വന്നുള്ളൂ. നായർ വരെ. ശൂദ്രൻ വെച്ചാൽ നായരാണ്. ഈ നായർ താഴെയുള്ള ഈഴവൻ, ആശാരി, മൂശാരി, തട്ടാൻ, പുലയൻ, പറയൻ, ഇവരൊന്നും ബ്രഹ്മാവിന്റെ പാദത്തിൽ നിന്ന് പോലും വന്നവരല്ല. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഹിന്ദുമത പുരാണത്തിലെ സൃഷ്ടിയുടെ ആളാണ്, ഇല്ലേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതിനകത്ത് ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആളാ. ഈ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോ സൃഷ്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും സൃഷ്ടിച്ചില്ല, മനസ്സിലായോ? എല്ലാവരും പള്ളിക്കൂടത്തിക്കകത്ത് പറയുന്നത് സൃഷ്ടിക്കകത്ത് ജനാധിപത്യം ചോദിക്കരുത്. അതുകൊണ്ട് സൃഷ്ടിയിൽ നമ്മളില്ല. അപ്പോ ഹിന്ദുമതപ്രകാരം പുലയനും പറയനും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവം സൃഷ്ടിച്ചോ? ഹിന്ദുമതപ്രകാരം നമ്മൾ ജനിച്ചിട്ടില്ല. ഹിന്ദുമതപ്രകാരം നമ്മളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ദൈവം സൃഷ്ടിച്ച ആൾക്കാർക്കൊപ്പം ദൈവത്താൽ സൃഷ്ടിക്കപ്പെടാത്ത നമ്മൾക്ക് തുല്യത വേണോ? തുല്യത തരാൻ പാടല്ലോ. അതന്നെ പ്രശ്നം. നമ്മൾ ദൈവ സൃഷ്ടിയല്ല. എങ്ങനെ ഉണ്ടായി? പലതുമാ പറയുന്നത്. സ്വർഗത്തിലെ കാമധേനു, അവിടെ പശുക്കളുണ്ടെന്നാ പറയുന്നത്. അവിടെയാ കുറച്ച് പേര് താമസിക്കുന്നത്. അപ്പൊ ആ സ്വർഗത്തിലെ കാമധേനു മഴ വർഷിക്കുന്ന പോലെ ചാണകം വർഷിച്ചു ഭൂമിയിലേക്ക്. ഭൂമിയിൽ വീണ ചാണകത്തിനകത്ത് പുഴുക്കളുണ്ടായി. ആ പുഴുക്കൾ വമിച്ചിട്ട് അതിൽ നിന്നുണ്ടായ സന്തതി പരമ്പരകളാണ് പോലും ഇവിടുത്തെ അവർണ ജാതിക്കാർ. പിന്നെ അവർക്ക് പിന്നെ അവകാശങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പോ ബ്രഹ്മാവിന്റെ ഈ അവയവത്തിൽ നിന്ന് പോലും വരാത്ത നമ്മളെ പിന്നെ എന്തിനാണ് അമ്പലത്തിൽ കയറ്റാൻ അവർ പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്താൻ ഗാന്ധി ഇങ്ങനെ ഗുജറാത്തിൽ നിന്ന് ചാടി കേരളത്തിൽ വന്നത്, ഇട്ടംതുരുത്തി മനയെ വന്നതൊക്കെ വലിയ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ പ്രശ്നം അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുമതപ്രകാരം നമ്മൾ ജനിച്ചിട്ടില്ല, നമ്മൾ നേരെ രൂപേ ജനിച്ചവരാണ്. ബ്രഹ്മാവെന്ന് പറയുന്ന ഒരു പുരുഷനാണ്, അല്ലേ? ഒരു പുരുഷന്റെ വേണ്ടാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മോശപ്പെട്ട കാര്യമാണ്. അതും ഗർഭാശയത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട്. അതാണല്ലോ ഒരു അമ്മയുടെ മാതൃത്വം, ഗർഭാശയം, സൃഷ്ടി, കുട്ടി, അതിനൊരു സംഭവമുണ്ട്. അതിലാണ് നമ്മുടെയൊക്കെ മഹത്വം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു പുരുഷന്റെ മോന്തായത്തിൽ നിന്നൊക്കെ ഒരാൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു തമാശയാണെന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ വായ്ക്കകത്തും മുഖത്തിനകത്തും ഒക്കെ ഒരു ഗർഭാശയം തിരികെ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മഹാത്മാ ഫൂലെ പറഞ്ഞത് ഈ സൃഷ്ടിക്ക് ഒരു മഹത്വവുമില്ല. കാരണം ബ്രഹ്മാവിന്റെ സൃഷ്ടി മുഖത്തുനിന്ന് ഒരുത്തം പറവിയെടുത്തിരുന്നുവെങ്കിൽ ബ്രഹ്മാവിന്റെ മുഖത്ത്, അതിൻ്റെ അകത്ത് ഒരു ഗർഭാശയം ഉണ്ടായിരുന്നിരിക്കണം. 2 നെഞ്ചത്ത്, ഒരു പുരുഷനായ ബ്രഹ്മാവിന്റെ നെഞ്ചത്തുനിന്നും പിന്നെ ഒരു സൃഷ്ടി ഉണ്ടായെങ്കിൽ ആ നെഞ്ചിനകത്തും 2ാമതൊരു ഗർഭാശയം വെച്ചിരിക്കണം. ആരാ? ഭൂലെ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. മഹാത്മാ ഭൂലെ, ബാബാ സാഹിബിന്റെ ഗുരു. പുക്കിളിന്റെ ഭാഗത്തുനിന്ന്, പുരുഷന്റെ നാഭിയുടെ ഭാഗത്തുനിന്ന് ഒരു സൃഷ്ടി നടന്നിരുന്നെങ്കിൽ 3ാമതൊരു ഗർഭാശയം അയാൾക്ക് അവിടെയും വെച്ചിരിക്കണം.
പാദത്തിലും ഒരു ഗർഭാശയം തിരിക്കും. 4 ഗർഭാശയങ്ങൾ കൊണ്ടു നടന്നൊരു പുരുഷന്റെ ഈ 4 സ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പറന്നുവെങ്കിൽ ആ 4 ഭാഗത്തും കുട്ടി വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട സ്വാഭാവികമായ മാലിന്യങ്ങളുടെ ഒഴുക്കൽ അല്ലെങ്കിൽ പ്രവാഹം നടന്നിരിക്കണം. എത്ര മോശമായ മേച്ഛമായ കാര്യം! ഗർഭാശയം നടക്കുമ്പോൾ അതിന് ശുദ്ധിയും വിശുദ്ധിയും അതിന് മാസത്തോട് നടക്കേണ്ട പ്രക്രിയകളും ഒക്കെ ഈ ബ്രഹ്മാവിന്റെ മുഖത്തും നടന്നിരിക്കണം, നെഞ്ചിലും നടന്നിരിക്കണം, പാദത്തിലും നടന്നിരിക്കണം. അതിൻ്റെ അകത്തുനിന്നൊക്കെ ഇറങ്ങി വന്നവന്മാർക്ക് എന്ത് പുണ്യമെന്നാണ് ഫൂലെ ചോദിക്കുന്നത്. ക്ഷമിക്കണേ, പറയാതിരിക്കാൻ പറ്റില്ല, ഫൂലയുടെ വാക്കുകളാണ്. തീർന്നല്ലോ. ഈ ശുദ്ധി എന്ന് പറയുന്നത് അവർക്കാണോ ഉള്ളത്, നമുക്കാണോ ഉള്ളത്? ആരാണ് ശുദ്ധര് എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ നിന്നൊന്നും വരാത്തത് തന്നെ നല്ലത്. അതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യം? ഇങ്ങനെയാണ് ഫൂലെ അതിനെ കണ്ടത്. അതുകൊണ്ടാണ് അയ്യങ്കാളിയുടെ പട്ടി പോലും ആ അമ്പലം തുറന്നപ്പോ തിരിഞ്ഞു നോക്കാതിരുന്നു. ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകരുത്, ഹൈന്ദവ ദൈവങ്ങളെ ആരാധിക്കരുത്. കാരണം നമ്മൾ ഹിന്ദുക്കളല്ല. ഹിന്ദു മതപ്രകാരം നമ്മൾ ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളല്ല. അതാണ്, നമ്മൾ അവർണരാണ്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു പുറംജാതിക്കാരാണ്. ജാതി എന്ന് പറയുന്ന വർണ്ണത്തിൽ നിന്നാണ് ഉണ്ടായത്, ചാതുർവർണ്ണത്തിൽ നിന്നാണ് ജാതി ഉണ്ടായത്. അപ്പോൾ നമുക്ക് ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വർണ്ണത്തിൽ നിന്നല്ല. അപ്പം നമുക്ക് വർണ്ണമില്ല, നമുക്ക് ജാതിയില്ല. ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കാത്ത, ജാതി വ്യവസ്ഥ അംഗീകരിക്കാത്ത, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ച ഒരു മാനവിക സമൂഹത്തിന്റെ പേരാണ് ദളിതർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജാതിരഹിതരാണ്, ജാതി വിരുദ്ധരാണ്, ജാതിരഹിതരാണ്. എത്ര അഭിമാനമുള്ള കാര്യമാണ്. ഇനി അവർണരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവ് സൃഷ്ടിക്കാത്ത മനുഷ്യർ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ലോകത്തൊരു കണക്കെടുപ്പ് നടത്തിയാൽ റഷ്യക്കാരെ ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ്. ചൈനക്കാര്, റഷ്യക്കാര്, കൊറിയൻകാര്, അമേരിക്കക്കാര്, ബ്രിട്ടീഷുകാര്, ഈ ആഫ്രിക്ക, ആഗോള ജനത, അറബ്, ഇവരാരും ഇയാളുടെ കാലത്തൊന്നും വന്നവരല്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാ, ഇതിനകത്ത് പെട്ടവരല്ല. ഏതാ നല്ലത്? ഏത് ചോയ്സ്? രണ്ടും തമ്മിൽ ഏത് വേണം? ഈ ലോകത്തൊട്ടുകൊള്ള ലോക ജനത ശരിയായ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിയുടെ മാർഗത്തിലൂടെ ശരിയായ ജനിച്ച നല്ല പരിപൂർണരായ സമഗ്രരായ മാനവികതയുടെ ഭാഗമാണ് നിങ്ങൾ എന്ന് പറയാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അതാ ഞാൻ മുമ്പേ പറഞ്ഞിടത്തു നിന്നൊക്കെ വന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പറയാനാണ്? തീരുമാനിക്കുക, സ്വയം തീരുമാനിക്കുക.